റെഡി റെഡി. നമസ്കാരം, സാർക്ക് ലൈവ് മോർണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെഡലുകൾക്ക് പകരം പുഷ്പചക്രങ്ങൾ അണിഞ്ഞ് നിദ ഫാത്തിമ ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. നാഗ്പൂരിൽ ദേശീയ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിനെത്തി ഭക്ഷ്യവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പിന് പിന്നാലെ വ്യാഴാഴ്ച മരിച്ച അമ്പലപ്പുഴ സ്വദേശിനി 10 വയസ്സുള്ള നിദ ഫാത്തിമയുടെ സംസ്കാരം ഇന്ന് ജന്മനാട്ടിൽ നടക്കും. മൃതദേഹം എത്തിക്കാനും ആശുപത്രി ചിലവുകൾക്കുമായി കേരള സ്പോർട്സ് കൗൺസിലിൽ നിന്ന് 5 ലക്ഷം രൂപ നിദ ഫാത്തിമയുടെ കുടുംബത്തിന് അനുവദിച്ചിരുന്നു. കുട്ടി ചികിത്സ തേടിയ ശ്രീകൃഷ്ണ ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടോ എന്നും സൈക്കിൾ പോളോ സംഘാടകർ താമസ സൗകര്യം മര്യാദയ്ക്ക് തന്നെ ഒരുക്കിയിരുന്നുവെങ്കിലും മകൾ മരിക്കില്ലായിരുന്നു എന്നുമാണ് നിദയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ചികിത്സാ പിഴവ് മൂലമാണ് മരണമെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്ര കായിക മന്ത്രി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അവിടുത്തെ കായിക മന്ത്രി എന്നിവർക്കും കത്തയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള അവസ്ഥകൾ നമ്മുടെ ഒരു കായിക താരങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു ദുഃഖകരമായ വാർത്തയുള്ളത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ്. തമിഴ്നാട് സ്വദേശികളായ 8 പേർ അപകടത്തിൽ മരിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾക്ക് മുകളിലേക്കാണ് വാഹനം വന്നു വീണത്. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വടക്കൻ സിക്കിമിലെ കരസേനയുടെ ട്രക്ക് കൊക്കയിലേക്ക് വീണ് 16 സൈനികർ മരിച്ചിട്ടുണ്ട്. മരിച്ച സൈനികരിൽ മലയാളിയായ പാലക്കാട് മാത്തൂർ സ്വദേശി എസ് വൈശാഖും ഉൾപ്പെട്ടിരുന്നു. സൈനിക ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വൈശാഖിന്റെ മൃതദേഹം ഞായറാഴ്ച മാത്തൂരിലെ വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയുള്ളത് വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയോദ്യാനങ്ങൾക്കും ചുറ്റുമുള്ള ഒരു ബഫർ സോൺ സംബന്ധിച്ച് സർക്കാർ പ്രസിദ്ധീകരിച്ച ഭൂപടം അത് സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ നേരിട്ട് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനമായിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ 20,000-ലേറെ പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് സർക്കാരിന്. അതുകൊണ്ട് തന്നെ ജനുവരി 7-നുള്ളിൽ ഈ ഒരു സ്ഥല പരിശോധന പൂർത്തിയാക്കുക എന്നത് ഒരു വെല്ലുവിളിയായി മാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രാദേശിക വാർത്തകളിലേക്ക് കൂടി പോയി വരാം. സിറിയൻ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ പ്രത്യേകതകൾ നിറഞ്ഞ ചില കാഴ്ചകൾ സിജു എബ്രഹാം എന്ന കലാകാരന് പകർത്തിയിരിക്കുകയാണ്. തിളയ്ക്കുന്ന ചെമ്പാണ് കടൽ എന്ന കലാപ്രദർശനത്തിലാണ് സിജു എബ്രഹാമിൻ്റെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത ചെയ്തതായിരുന്നു തിളയ്ക്കുന്ന ചെമ്പാണ് കടൽ എന്ന കലാപ്രദർശനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ രജനീഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കൊന്ന് പോയി വരാം. കൊച്ചിൻ മുസ്ലിസ് ബിനാലയുടെ 5ാം പതിപ്പിന് ഇന്ന് തുടക്കമാകും. ബിനാലയുടെ പ്രധാന വേദിയായ ആസ്പിൻവാൾ ഹൗസിൽ ക്യൂറേറ്റർ ശുഭികി റാവു ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പതാക ഉയർത്തി. ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ബിനാലെ കാണുവാനാകും. കൊച്ചി മുസ്ലിസ് ബിനാലയുടെ എല്ലാ വേദികളും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഉച്ചയ്ക്ക് 12-ന് പ്രധാന വേദിയായ ആസ്പിൻവാൾ ഹൗസിൽ പതാക ഉയർത്തി. തുടർന്ന് ക്യൂറേറ്റർ ശുഭികി റാവുവിന്റെ നേതൃത്വത്തിൽ കലാകാരന്മാർ ഉൾപ്പെടെ പങ്കെടുത്ത വോക്ക് ത്രൂ പരിപാടി നടന്നു. Bamboo was locally sourced and actually donated by a place called Misty Mountains. I think it's a local place here in Kerala. And he worked with Kerala craftspeople to actually get that bamboo structure up. And it's really beautiful. There's a musical component to it. Throughout the Biennale, there's a theme of song and there's a theme of singing. But the singing isn't always vocalizing. Sometimes it's humming. It's not also joyful every time. Sometimes it's grieving. But the voice is a very important part. Music is an important part of this Biennale because what the pandemic did was separate us. The only ways we could communicate was through messaging and such, right? We kind of forgot what it was to talk to each other. And so this Biennale celebrates talking. രാവിലെ 10 മണി മുതൽ ഇനി പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകും. നമ്മുടെ സിരകളിൽ ഒഴുകുന്ന മഷിയും തീയും എന്ന പ്രമേയത്തിൽ വിവിധ വേദികളിലായി ഏപ്രിൽ 10 വരെ നടക്കുന്ന കലാമേളയിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 87 സമകാല കലാകാരന്മാരുടെ സൃഷ്ടികളുണ്ട്.
ബിനാലയുടെ ഭാഗമായി സംവാദങ്ങളും ശില്പശാലകളും നടക്കും. സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാണ് ബിനാലയിൽ പ്രവേശനം. 150 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും നിരക്കിൽ ഇളവുണ്ട്. യഥാക്രമം 50ഉം 100ഉം രൂപ വീതമാണ് ഇവരുടെ നിരക്ക്. ഒരാഴ്ചത്തെ ടിക്കറ്റിന് 1000 രൂപയും പ്രതിമാസ നിരക്ക് 4000 രൂപയുമാണ്. I started the series in 2016. I started it actually when I was living in Australia at the time. So it took me a full year to resolve the first work. And since then, I've been exhibiting the series since 2018 and since. I think Kochi has always had an advantage over the other biennales. I think the setting is so, I've always loved it more. You know, the other ones feel a lot more sterile in comparison versus I think what Kochi Biennale has achieved has been spectacular. It's always been quite a mark apart from the rest. What you see behind me is one painting a day for every day of the pandemic year. This is 365 works, one for each day of the pandemic year. Behind is also a triptych by him. After this, you have Vivan Sundaram's work. One of the other things I try to do with this Biennale is to show that even before, there has always been conversation between the South-South, which means between Asia, Southeast Asia, between South America, Africa. These conversations have always been happening. And the series I chose, I asked from Vivan Sundaram, who's one of India's most, as you know, one of our best artists. I think one of the artists who I think, I'm so happy to celebrate his work. He showed in the first Biennale also. And it was my pleasure and privilege to be able to invite him back. And I asked him for his work that came from his travel in South America, actually, when he was a lot younger. And this is one of the series that was shown. And it's called Heights of Machu Picchu. It's generously on loan from KNLA, and I'm very grateful for that. I think that, to me, one of the important things, again, was to show that conversations have been happening without it, in the art world, without it being mediated by Europe or the United States. We've been having our own conversations for so long as artists, communicating with each other across continents, how to show this. So that's why in the very first, this primary room, I wanted to highlight this. It's a really quiet looking work, but it's a work that celebrates things like, for instance, right behind me is a triptych of Pablo Neruda, if you all know who he is. So this is an Indian artist celebrating a Latin American poet and writer. And this is a really important moment to also remember that language and literature shapes artists as well and is ever present in the work that we do as artists. നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് മഷിയും തീയും എന്ന പ്രമേയത്തിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന കലാമേളക്കാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. കൊച്ചി മുസ്ലിസ് ബിനാലയുടെ പ്രധാന വേദികളിലൊന്നായ ആസ്പിൻവാൾ ഹൗസിൽ നിന്നും ക്യാമറാമാൻ മനുവിനോടൊപ്പം സാർക്ക് ലൈവിന് വേണ്ടി രജനീഷ് ബാബു. ചില സാങ്കേതിക തകരാറുകൾ മൂലം നമ്മളിപ്പോൾ കണ്ടത് ബിനാലയുടെ ദൃശ്യങ്ങളായിരുന്നു. കലയെയും കലാകാരന്മാരെയും പറ്റി പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് കൊച്ചി മുസ്ലിസ് ബിനാലെ. അപ്പോൾ ബിനാലയുടെ 5ാം പതിപ്പ് ഇന്നലെ സന്ദർശകരായി തുറന്നു കൊടുത്ത കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇന്നലെ മുതൽ പൊതുജനങ്ങൾക്ക് ബിനാലയിലെ എല്ലാ പ്രദർശനങ്ങളും സന്ദർശിക്കാനും കല ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ബിനാലയിലേക്ക് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ സിറിയൻ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ പ്രത്യേകതകൾ, നമ്മുടെ സിജു എബ്രഹാം എന്ന കലാകാരൻ പകർത്തിയിരിക്കുന്ന തിളയ്ക്കുന്ന ചെമ്പാണ് കടൽ എന്ന കലാപ്രദർശനത്തിന് വേണ്ടി പകർത്തിയിരിക്കുന്ന കുറച്ച് ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ രജനീഷ് ബാബു തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്കൊന്ന് പോയി വരാം. സിറിയൻ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ ചില മനോഹരമായ വർണ്ണാഭ കാഴ്ചകളാണ് ബിജു ഇബ്രാഹിം എന്ന കലാകാരൻ്റെതായി തിളക്കുന്ന ചെമ്പാണ് കടൽ എന്ന മട്ടാഞ്ചേരിയിലെ കലാപ്രദർശന വേദിയിലുള്ളത്. മട്ടാഞ്ചേരി പ്രോജക്റ്റ് പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ജീവിതങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും 5 കിലോമീറ്ററിനുള്ളിൽ 39 കമ്മ്യൂണിറ്റീസ് ഒന്നിച്ച് താമസിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവരുടെ ഭക്തിയെക്കുറിച്ചും അവരുടെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസിനെ കുറിച്ചും അവർ ചെയ്യുന്ന ജോലികളെക്കുറിച്ചും ഇതിനുള്ളിലുള്ള ആർക്കിടെക്ചർ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെയാണ് എൻ്റെ ആ സമയത്തുള്ള എൻ്റെ ചിന്തകളും ഫോട്ടോഗ്രാഫൊക്കെ പോയിട്ടുള്ളത്.
ആർക്കൈവിങ് സ്വഭാവത്തിലുള്ള സാധനം ഞാൻ മനുഷ്യരുമായി കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ട് കേരളത്തിലെ ഒരു ഒറിജിൻ നരേറ്റീവ് അത് ഡോക്ടർ ഇല്യാസിൻ്റെ ചിന്തകളിലും അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് സത്യത്തിൽ ഈ പറയുന്ന ഒറിജിൻ നരേറ്റീവ്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബ്ലെൻഡിങ് വന്ന് എന്താ വെച്ചാൽ പിന്നെ ഇല്യാസ്കനെ വ്യക്തമായിട്ട് വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങൾ തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും എനിക്ക് യാതൊരുവിധ കൺഫ്യൂഷൻസും ഇല്ല ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ. അങ്ങനെ അതിലാദ്യം നമ്മൾ തുടങ്ങുന്നത് കോട്ടയത്തുള്ള സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ പള്ളികൾ ഷൂട്ട് ചെയ്തിട്ടാണ്. അതിനുള്ളിൽ ആൾത്താരകളിലെ പെയിൻറ്റിങ്സ്. ഇപ്പോൾ ആൾത്താരകളിലെ പെയിൻറ്റിങ്സ് വർക്ക് ചെയ്യണ സമയത്ത് അവിടുത്തെ പുരോഹിതനാണല്ലോ ഇതിനുള്ളിലേക്ക് കിടക്കാൻ പറ്റുക. അപ്പോൾ ആദ്യ പള്ളിയിൽ പറഞ്ഞു ഇത് നമുക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അതിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിൽ നിന്നിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്തു. രണ്ടാമത്തെ പള്ളിയിൽ അമേസിംഗ്ലി അവരെന്നെ ഉള്ളിലേക്ക് കിടത്തി. പിന്നെയുള്ള എല്ലാ പള്ളികളിലും എനിക്ക് ഉള്ളിലേക്ക് എടുത്താനുള്ള അവസരം കിട്ടി, ഉള്ളിലേക്ക് എടുത്തുനിന്ന് എടുക്കാറില്ല. അത് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡീപ്പാണ്. കാരണം എനിക്ക് ഏറ്റവും അടുത്ത് നിന്നിട്ട് പെയിൻറ്റിങ്സ് മനസ്സിലാക്കുന്നു. ഈ പറയുന്ന അവിടെ വിശ്വാസികൾ എങ്ങനെയാണ് ഈ ഭക്തി സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഈ പെയിൻറ്റിങ് എങ്ങനെ കിടക്കുന്നു എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിൽ വന്നേ. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചയിലാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫ് മൊത്തം എടുത്തിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് ഇല്യാസ്ക്ക് എനിക്ക് വിട്ടുവരും ചെയ്തു. ഞാൻ കാണുന്നത് അതിലൊരു മാജിക്കൽ റിയലിസം ഉണ്ട്. എന്നുവെച്ചാൽ ഒരു കളക്റ്റീവായിട്ട് അവരുടെ മെമ്മറീനെയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് അവരുടെ വേദനകൾ അവർ മറക്കുന്നത്, അവരുടെ പ്രയാസങ്ങൾ അവർ മറക്കുന്നത് ഒക്കെ സത്യത്തിൽ ഈ പറയുന്ന അവരുടേതായിട്ടുള്ള ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നത്. തിളയ്ക്കുന്ന ചെമ്പാണ് കടൽ എന്ന പ്രമേയത്തിലൂന്നിയാണ് ഇവിടെ മട്ടാഞ്ചേരിയിൽ കലാപ്രദർശനം നടക്കുന്നതെങ്കിൽ നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് മഷിയും തീയും എന്നതാണ് ഇത്തവണത്തെ ബിനാലയുടെ പ്രമേയം. ഇനിയും 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ബിനാലെ കാഴ്ചകളും ഈ തിളയ്ക്കുന്ന ചെമ്പാണ് കടൽ എന്ന കലാപ്രദർശനവും എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ഫോർട്ട് കൊച്ചിയിലെ ചീനവലകൾ കൊച്ചിയുടെ പൈതൃകത്തിൻ്റെ ഭാഗവും ഒട്ടേറെ തൊഴിലാളികളുടെ അതിജീവന മാർഗവുമാണ്. ഈ ചീനവലകളുടെ പുനരുദ്ധാരണം പ്രതിസന്ധിയിലായിരുന്നു കുറേ നാളുകളായിട്ട്. ഇതിനുവേണ്ടി അനുവദിച്ച തുക ഉപയോഗിക്കാത്തതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സാർക്ക് ലൈവ് ഒരു വാർത്ത ചെയ്തിരുന്നു. ഇപ്പോൾ ആ വാർത്തയെ തുടർന്ന് കൊച്ചി MLA KJ മാക്സി ഈ വിഷയത്തിൽ ഇടപെട്ട് പദ്ധതിയുടെ തടസ്സം നീക്കുകയും ചെയ്തു. രജനീഷ് ബാബുവിൻ്റെ ആ റിപ്പോർട്ടിലേക്കൊന്ന് പോയി വരാം. ഫോർട്ട് കൊച്ചിയുടെ പൈതൃകങ്ങളിലൊന്നാണ് ചീനവലകൾ. അതുപോലെ തന്നെ നൂറുകണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഫോർട്ട് കൊച്ചിയിലെ ചീനവലകൾ. തകർന്ന് തരിപ്പണമായ ഫോർട്ട് കൊച്ചിയിലെ ചീനവലകൾക്കായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് 2,44,00,000 രൂപ അനുവദിക്കാത്തതിനെ തുടർന്ന് സാർക്ക് ലൈവ് കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചീനവലകൾക്ക് അനുകൂലമായി വിധി വന്നിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയുടെ പൈതൃകങ്ങളിലൊന്നായ ചീനവലകളുടെ പുനരുദ്ധാരണം പ്രതിസന്ധിയിലായിരുന്നു. പുനർനിർമ്മാണത്തിനായി അനുവദിക്കപ്പെട്ട 2,44,00,000 രൂപ ഉദ്യോഗസ്ഥരുടെ മെല്ലപ്പോക്ക് മൂലം ലഭിച്ചിരുന്നില്ല. ചീനവലകളുടെ ഈ ദുരവസ്ഥ സാർക്ക് ലൈവ് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുക ലഭിക്കാത്തത് വാർത്തയായതിനെ തുടർന്ന് കൊച്ചി MLA KJ മാക്സി വിഷയത്തിൽ ഇടപെടുകയും പദ്ധതിയുടെ തടസ്സം നീക്കുകയും ചെയ്തു. കാലഹരണപ്പെട്ടു പോയ 5 ചീനവലകൾ ഇപ്പോൾ പുതിയതായിട്ട് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയുള്ള നിലവിലുള്ള 6 ചീനവലകൾ പൈപ്പുകളെല്ലാം മാറ്റി വീണ്ടും മരങ്ങൾ കൊണ്ടുവന്ന് ട്രഡീഷണലാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ആകെ ഉണ്ടായിരുന്ന 6 വലകൾ കൂടാതെ 5 ചീനവലകൾ കൂടി പുനർനിർമ്മിക്കപ്പെടും. സർക്കാർ പണം അനുവദിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കിൽ ഫോർട്ട് കൊച്ചിയിലെ ചീനവലക്കാർ അസംതൃപ്തരാണ്. ഇപ്പോൾ വളരെ കാലതാമസം വരുന്നത് ഫണ്ട് പാസ്സാക്കി തരാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥയുള്ളൂ. സബ് കളക്ടറും MLAയും കൂടി വേണ്ട രൂപത്തിൽ എല്ലാ കമ്മിറ്റികളിലും രൂപീകരിച്ച് തന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിൻ്റെ ഫണ്ട് പാസ്സാക്കി തരാനുള്ള ബുദ്ധിമുട്ടുകൾ
സർക്കാർ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്മസ് കൂടി വീണ്ടും നമുക്ക് ഈ വലകളെല്ലാം പുനർനിർമ്മിച്ചു വരാൻ സാധിക്കും. ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വീണ്ടും നടക്കാതെ വന്നാൽ ഇത് വീണ്ടും നശിച്ചു പോയിക്കൊണ്ടിരിക്കുള്ളൂ. ഇപ്പോൾ മുടക്കിയ കാശ് പോലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ക്രിസ്മസ് കഴിയുന്നതോടെ കാര്യങ്ങൾ വേഗത്തിലാകുമെന്ന ഉറപ്പ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഫണ്ട് അനുവദിക്കുവാൻ തീരുമാനമായെങ്കിലും ചില ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ മന്ദഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സർക്കാരും MLAയും ഇടപെട്ട് ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ പുതുവർഷത്തിൽ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ 12 ചീനവലകൾ കാണുവാനാകും. ക്യാമറാമാൻ മനുവിനോടൊപ്പം സാർക്ക് ലൈവിന് വേണ്ടി രജനീഷ് ബാബു. ചീനവലയ്ക്കായി അനുവദിച്ച ഈ തുക എത്രയും വേഗം ഉപയോഗിക്കാനായാൽ പ്രതീക്ഷയുമായിരിക്കുന്ന ഈ തൊഴിലാളികൾക്ക് വളരെ വലിയൊരു ആശ്വാസമായിരിക്കും അത്. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ ഇതൊക്കെയാണ്. വാർത്തകൾ ഇനിയും ഒരുപാട് വരാനിരിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളൊക്കെയായി ഞങ്ങളുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകളും ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.